അച്ചാച്ച ഇങ്ങനെ മഴയത്ത് നിന്നാൽ പനി പിടിക്കൂലേ? ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയൊരു അമ്പലത്തിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ സ്വന്തം നാട്ടിൽ തന്നെ ഇത്രയും നല്ല അടിപൊളി ഒരു അമ്പലം ഉണ്ടായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. എന്നാൽ ഇന്ന് ആ സങ്കടമൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ കുട്ടി ബസ്സിൽ കയറിയിരിക്കുന്നത്. ഈ ബസ് നേരെ പോകുന്നത് മുജുകുന്ന് കോട്ടയിലേക്കാണ്. കോഴിക്കോട് നിന്ന് കൊയിലാണ്ടി ബസ് കയറുകയാണെന്നുണ്ടെങ്കിൽ നേരെ കൊയിലാണ്ടി വന്നിറങ്ങിയിട്ട് അവിടുന്ന് നേരിട്ടുള്ള മുജുകുന്ന് കോട്ടയിലേക്കുള്ള ബസ് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൊയിലാണ്ടിയിൽ നിന്ന് എപ്പോഴും മുജുകുന്ന് ബസ് ഉണ്ടാവില്ല. 3/4 മണിക്കൂർ കൂടുമ്പോഴോ അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് ബസ് ഉണ്ടാവുള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മളിതാ മുജുകുന്ന് കോട്ടയിൽ എത്തിയിട്ടുണ്ട്. ഈ കോട്ടയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് മുൻഭാഗം വരുന്നത്. കോട്ട എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ കുറേ കാര്യങ്ങൾ വരും. കോട്ടവാതിൽ, മതിൽക്കെട്ട്, കുളം, കാട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. എന്നാൽ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മുന്നോട്ട് പോകുന്ന കോണം അതെല്ലാം നമുക്ക് കാണാനും പറ്റും. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായിട്ട് ഒരു വലിയൊരു ഭണ്ഡാരമുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് അമ്പലത്തിലേക്ക് കയറുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളും അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കാലത്ത് 6 മണി മുതൽ 11 മണി വരെയുള്ളൂ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളൂ. ഫോട്ടോഗ്രാഫിക്കായിട്ട് 450 രൂപ അടച്ച റെസീറ്റ് നിർബന്ധമായിട്ട് ആവശ്യമാണ്. ക്ഷേത്രത്തിനകത്തേക്ക് 11 മണിക്ക് ശേഷം അനധികൃതമായിട്ട് കയറാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കോട്ടയുടെ ഫ്രണ്ട് ഭാഗത്തുള്ള ഗേറ്റ് കടന്ന് ഉള്ളോട്ട് കയറിയിരിക്കുകയാണ്. ഇതാണ് പുറത്തുള്ള ഫുള്ളായിട്ടുള്ള വ്യൂ. ഒരു കാടിൻ്റെ നടുവിലായിട്ടാണ് ഇങ്ങനൊരു വഴിയുള്ളത്. ക്ഷേത്രനട തുറക്കുന്നത് 6 മണിക്കും പിന്നെ 11 മണിയോടുകൂടെ ക്ഷേത്രം അടയ്ക്കുന്നത് കൊണ്ടും കാലത്ത് തന്നെ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ഒരു പാർക്കിംഗ് സൈഡ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഗൈസ്, ഞാനിപ്പോൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കോട്ടവാതിൽ, അതായത് അമ്പലത്തിൻ്റെ മുൻപ് തന്നെ നമുക്കൊരു കോട്ടവാതിൽ പോലെ തന്നെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചെങ്കല്ലുകൊണ്ട് തീർത്ത കോട്ടവാതിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ല. ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുന്നതിന് മുന്നേയായിട്ട് വലിയൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ വഴിപാടുകളും അതിന്റെ ലിസ്റ്റും അതിന്റെ ക്യാഷിന്റെ കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് വരുന്ന എല്ലാവരും വിശദ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ബോർഡുകൾ മുഴുവനായിട്ട് വായിക്കേണ്ടതാണ്. കാരണം ഈ കോട്ട ഇത്ര മനോഹരമായിട്ട് കൊണ്ടു നടക്കുന്നതും ഇവിടുത്തെ ആചാരങ്ങളുടെ രീതികളെല്ലാം അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഗൈസ്, ഇതാണ് മുജുകുന്ന് കോട്ട ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള കവാടം വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ പറ്റുക. നേരെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിൻ്റെ 2 ഭാഗത്തായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മതിലുകളാണ്. ഇതിന് ഭാഗമായിട്ടുള്ള കട്ടള പോലെ 2 ഉറപ്പോടു കൂടിയുള്ള കരിങ്കല്ലിൻ്റെ വലിയ 2 തൂണുകളുണ്ട്. ഇതുകൂടെയാണ്, ഈ ഒരു വാതിൽ വഴിയാണ് നമുക്ക് അകത്തേക്ക് കയറാം. അമ്പലത്തിനുള്ളിലെ വീഡിയോഗ്രാഫിക്ക് ഒരുപാട് കർശന നിബന്ധനകളുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ തെറ്റിക്കുന്നില്ല. അതുകൊണ്ട് ദൂരെയായിട്ടുള്ള വ്യൂ ആണ് എടുക്കുന്നത്. അമ്പലത്തിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ഒരുപാട് പഴമയുള്ള ഐതിഹ്യങ്ങൾ ഈ ഒരു മണ്ണിനുണ്ട്. അത്രയും ഒരു ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു നാലുകെട്ടിൻ്റെ ഭംഗിയിൽ ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒരു ഓരത്തായിട്ടാണ് വഴിപാട് കൗണ്ടർ ഉള്ളത്. അച്ഛനും അമ്മയ്ക്കും ഏട്ടനും വേണ്ടിയിട്ട് വഴിപാട് റെസീറ്റ് ആക്കിയതിന് ശേഷം ചുറ്റും ഒന്ന് വലം വെച്ച് തൊഴുതു. ഇവിടുത്തെ നാഗക്കാവിലേക്ക് പ്രത്യേക വഴിപാടുകൾ വേറെയുണ്ട്. ഞാൻ അവിടേക്കൊരു റെസീറ്റും ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള റെസീറ്റുകൾ നമ്പൂതിരിക്ക് കൊടുത്ത് പ്രസാദവും വാങ്ങി. നിങ്ങൾ എത്ര പേര് രാവിലെ നേരത്തെ എണീച്ച് അമ്പലത്തിൽ പോയിട്ടുണ്ട്? ഒരിക്കലെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? എൻ്റെ പല വീഡിയോകളും കണ്ടിട്ട് ഓരോരുത്തരും എന്നോട് നേരിട്ട് പറയാറുണ്ട്, ദൈവമൊന്നുമില്ല, പിന്നെ നീ എന്തിനാ അമ്പലത്തിൽ പോകുന്നതെന്ന്. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ തന്നെ ഒരുപാട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അമ്പലങ്ങളിലും പുണ്യസ്ഥലങ്ങളിലൊക്കെ നമ്മളെ തന്നെ ഒരുപാട് തവണ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1000 വർഷമുള്ളതും 200 വർഷവും പഴക്കമുള്ള അമ്പലങ്ങളിലും കോവിലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതൊന്നും വിവരിക്കാൻ പറ്റില്ല. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ക്ഷേത്ര മതിൽക്കെട്ടിൻ്റെ പുറത്താണ് നാഗക്കാവിലേക്കുള്ള വഴി. അതൊരു കാടിന്റെ കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ് നാഗക്കാവ് ഉള്ളത്. ഇതാണ് കാവിലേക്ക് പോകുന്ന വഴി. കുറച്ച് പേടിയൊക്കെ തോന്നും. കാടിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു ചെറിയൊരു ബോർഡ് ഉണ്ട്. അതിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നാഗത്തറയുണ്ട്. നേരെ ഒരു ഏറോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പടി കടന്നിട്ടാണ് കാവിലേക്ക് ഉള്ളോട്ട് കയറുന്ന വഴിയുള്ളത്. ഉള്ളോട്ട് പോകുന്ന അക്കോണം എനിക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നി.
പക്ഷെ എന്നാലും കാവാണല്ലോ, പേടിക്കണ്ട. ആ ഒരു അന്തരീക്ഷം നമ്മളെ വല്ലാതെ ഒന്ന് പേടിപ്പിച്ചു. എങ്കിലും ഉള്ളോട്ട് കയറുന്നക്കോണം ഒരു പ്രത്യേക ഒരു സുഖം തോന്നി, ഒരു കൂളിങ് തോന്നി. നല്ല തണുത്ത മണ്ണും തണുത്ത അന്തരീക്ഷവും. അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. നാഗക്കാവിലേക്ക് ഷീട്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഒരു കമ്പിയിൽ കുത്തി വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവിടെ കുത്തിവെച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. കാവിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് കാവിൻ്റെ പുറത്ത്, ഏകദേശം ഒരു കാടിൻ്റെ സെൻട്രലായിട്ട് അതിമനോഹരമായിട്ടാണുള്ളത്. ഇനി ഞാൻ ഒട്ടും വൈകുന്നില്ല, അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയല്ലോ, ഇനി നേരെ പോകുന്നത് അമ്പലത്തിൻ്റെ ഒരു പ്രധാന ഭാഗത്തേക്കാണ്. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. മതിൽക്കെട്ടിൻ്റെ ഓരത്തോടു കൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ, അതായത് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നടക്കണം. അമ്പലത്തിൻ്റെ ചുറ്റുമതിൽ ഏകദേശം 200ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഒട്ടും സിമെൻറ്റുകളൊന്നും ഉപയോഗിക്കാതെയാണ് ഇത് പണിതിരിക്കുന്നത്. കാടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനൊരു ബോർഡ് കാണാൻ പറ്റും. ആ ഒരു എറോ മാർക്ക് വഴി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ആ സ്ഥലത്തേക്ക് എത്തും. കാടിനുള്ളിലേക്ക് പോകുമ്പോൾ 2-3 വഴികൾ കാണും, ഒരിക്കലും തെറ്റരുത്. അവിടെയുള്ള ബോർഡ് നോക്കിയിട്ട് കറക്റ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തും. ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. നടന്ന് നടന്ന് നമ്മൾ വിചാരിച്ച ആ ഒരു സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. ഇത്ര ഭംഗിയുള്ളൊരു കുളം നമ്മുടെ നാട്ടിൽ വേറെ എവിടെയില്ല. അത്ര ഭംഗിയായിട്ടാണുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു പരിസരം കാണുവാണെങ്കിൽ മൊത്തം കല്ലുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. കുറച്ച് പോലും സിമെൻറ്റ് ഉപയോഗിക്കാതെ 200ഓളം വർഷം പഴക്കമുണ്ട് ഈ ഒരു കുളത്തിന്. 9.25 ഏക്കറോളം സ്ഥലമുള്ള ഈ ഒരു കാടിന്റെ നടുവിലായിട്ടാണ് ഈ ഒരു കുളം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഇത് 10 ഏക്കറോളം ഉണ്ട് ഈ സ്ഥലം എന്ന് അറിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വലിയതായിരിക്കും ഈ ഒരു അമ്പലവും കുളവും ഈ പരിസരമൊക്കെ. യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ അമ്പലത്തിൻ്റെ കുളവും പരിസരവും ഒക്കെ കണ്ടപ്പോൾ ഇത്ര ഭംഗിയുണ്ടെന്ന് വിചാരിച്ചില്ല. അതിമനോഹരമായിട്ടുള്ളൊരു കുളമാണ്. പറ്റുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇവിടെ വരണം. കാടിൻ്റെ നടുവിലായിട്ട് ഇങ്ങനൊരു പച്ച നിറത്തിൽ ഫുള്ള് കരിങ്കല്ല് കൊണ്ട് കെട്ടി നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു കുളം. 200ഓളം വർഷം പഴക്കമുള്ള ഈ കുളത്തിന് ഒരു രീതിയിലുള്ള കേടുപാടുകളും വന്നിട്ടില്ല. ഇപ്പോഴത്തെ പല ക്ഷേത്രങ്ങളും സിമൻറ്റും പൂഴിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പണി കഴിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു കുളം ഫുള്ളായിട്ട് കരിങ്കല്ല് തീർത്ത് ഇച്ചിരി പോലും ഒരു സിമൻറ്റ് ഇല്ലാതെയാണ് പണിതിരിക്കുന്നത്. ഒരു കല്ല് പോലും പൊട്ടിയതോ കീറിയതോ ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇലകൾ വീണിട്ട് വെള്ളം ഒട്ടും ചീത്തയാവാതെ ഇത്രയും ക്ലീനായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അമ്പലക്കുളം ഇത്രയും മനോഹരമായിട്ട് ക്ലീനായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ് ഇത്. മഴയും കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അച്ഛനാണ് ഇതൊക്കെ വൃത്തിയാക്കിയെന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരി മാത്രം ആൾക്ക്. ഈ കാടിനുള്ളിൽ ഒരുപാട് തരത്തിലുള്ള മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സർഗം മൂവിയൊക്കെ ഇവിടെ നിന്നാണ്, ഈ കുളക്കടവിൽ വെച്ചിട്ടാണ് ഷൂട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. ദ്വാപര കാലത്ത് ഋഷീശ്വരനായ രാജാവും സമ്പത്തും ജനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടും വനത്തിൽ തപസ് ചെയ്തു. അങ്ങനെ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും, അതായത് കൈലാസ തുല്യനായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ശിവഭഗവാൻ, പാർവതി, മുരുകൻ, ഗണപതി, കുലദേവനായ ആദിത്യൻ എന്നിവർ 5 പേരാണ് പ്രത്യക്ഷപ്പെട്ടത്. രാജാവിന് വരം കൊടുക്കുകയും കാടിന് നടുവിൽ സ്വയംഭൂ ശിവലിംഗം രൂപപ്പെട്ടു. അദ്ദേഹം അത് ആരാധിച്ചു വരികയും ചെയ്തു. ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത ഒരിക്കലും അമ്പലത്തിന്റെ പ്രതിഷ്ഠയല്ല ഉള്ളത്, സ്വയംഭൂ ശിലകളാണുള്ളത്. ആരാധിച്ചു വരുന്ന സ്വയംഭൂ ശിലകൾക്ക് ശ്രീകോവിലിന് മേൽക്കൂരയില്ല. വെയിലും മഴയും മഞ്ഞും എല്ലാം കൊള്ളുന്ന ദേവനായിട്ടാണ് ഇവിടെയുള്ളത്. കാവിനുള്ളിൽ ഉപദേവനായിട്ട് നാഗം സ്ഥിതി ചെയ്യുന്നുമുണ്ട്. ക്ഷേത്രത്തിന്റെ പഴമയുടെ മുഖം ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അത്രയും ഭംഗിയായിട്ടാണ് അത് കൊണ്ടു നടക്കുന്നത്. അച്ചാച്ചന്റെ പേരെന്താ? ഗോപാലൻ. ഇങ്ങനെ മഴ നനഞ്ഞാല് പനി പിടിക്കൂലേ? ഭഗവാന്റെ മഴ ആയതുകൊണ്ട് പനി പിടിക്കൂല. ഇവിടെ കൊറേ കാലായോ? ആണോ?
ഇത് എപ്പോഴും അടിച്ചേരി കഴിയ മുഴുവൻ മഴയും കൊള്ളാനാണോ പരിപാടി? അവിടെ മാത്രമേ അവിടെ 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 വരെ അടിച്ചു വരുമോ? കൊട വേടാ, കുറച്ച് മഴ ചോർന്നിട്ട് അടിച്ചു തരാം. അച്ഛാ സെൽഫി എടുക്കാം. മഴയത്ത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാല് പനി വരും. നാളെ ലീവ് എടുക്കണ്ട, മഴ കൊണ്ടിട്ട് പനി പിടിച്ച് ലീവ് എടുക്കണ്ട. കണ്ടോ, ഭഗവാന്റെ മഴ ചെയ്തുകൊണ്ട് പനി പിടിക്കില്ല. അത് അച്ഛൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെ അടിച്ചു ഫോട്ടോ വീഡിയോ എടുക്കണമെന്ന്. ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇവിടെ എന്ത് വൃത്തിയായിട്ടാ വെച്ചെന്നറിയോ? നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയായിട്ട് പുല്ലൊക്കെ പറിച്ച് നല്ല ഭംഗിയായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. കത്തി അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ വീഡിയോ എടുക്കണം എന്ന്. അതുകൊണ്ടാണ് എടുക്കുന്നത്. ആ ആ ആ ഇങ്ങനെ ആക്കൂലേ? ആ വൃത്തിയായി. ഞാൻ പ്രാവശ്യം പോയില്ല, പോകാൻ പറ്റിയില്ല. സമയം കഴിഞ്ഞു. സ്ത്രീകൾക്ക് കുറച്ച് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. പോകാൻ പറ്റിയില്ല. ഇത്രയും വൃത്തിയായിട്ട് ഈ കുളം ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഇതാ അച്ഛൻ ഒരാളാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കുന്ന ആളാണ് ഈ മനുഷ്യൻ. മഴയൊക്കെ കൊണ്ട് നാളെ പനി പിടിച്ച് പൊതച്ച് കിടക്കാട്ടോ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് അല്ലേ? അതൊക്കെ ഒരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസത്തിനകത്ത് പനിയും തലവേദന അങ്ങനെ ഒന്നും വരില്ല. അതാണ്. അച്ഛൻ എത്ര കൊല്ലായി ഇവിടെ? കുറെ കൊല്ലങ്ങളായി. 50 കൊല്ലായോ? ആ, അച്ഛൻ്റെ പേര് ഗോപാല എന്നാണേ. ആ ഇല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം അങ്ങോട്ട് വരെ. ഇതൊക്കെയാണ് ജീവിതത്തിൽ സുഹൃത്തായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ദേവൻ്റെ ഒരു അമ്പലക്കുളം അഴിച്ചുവാരി അത് വൃത്തിയായിട്ട് കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. അതാണ് ഈ മനുഷ്യൻ ഇപ്പോഴും ഈ ജോലി ചെയ്യാനുള്ളൊരു പ്രേരണ നൽകുന്നത്. അച്ചച്ചൻ്റെ വീഡിയോ കുറേ നേരം എടുത്തതിന് ശേഷം അച്ചച്ചനോട് ചോദിച്ചു, മോളെ എനിക്ക് വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു തരുമോയെന്ന്. അപ്പം ഞാനത് കാണിച്ചു കൊടുത്തു. ഭയങ്കര സന്തോഷമായി. ഇവിടെ വരുന്നവരൊരു 10 മിനിറ്റെങ്കിലും ഈ കൽപ്പടവിൽ ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സുഖമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം. ഇതുപോലൊരു ഭംഗിയുള്ള സ്ഥലം നമ്മുടെ കോഴിക്കോട് വളരെ കുറവായിരിക്കും. കുറച്ചു നേരം അമ്പലക്കുളത്തിന്റെ കടവിൽ സമയം സ്പെൻഡ് ചെയ്തു. സമയം പോയതേ അറിഞ്ഞില്ല. അതിനിടയ്ക്ക് ഒരു മഴയും പെയ്തു. ഇപ്പൊ ഏകദേശം സമയം ഒരു 11 മണി ആവാറായിട്ടുണ്ട്. 11 മണി വരെയുള്ളൂ അമ്പലത്തിൽ നമുക്ക് സമയമുള്ളൂ, അലൗഡ് ആയിട്ടുള്ളൂ. പുറത്തേക്ക് പോകണം. വൈകുന്നേരം അമ്പലത്തിൽ ശീവേലി ഉണ്ടായിരിക്കില്ല. എല്ലാ ദിവസവും രാവിലെ എല്ലാം ഒരുക്കിയതിന് ശേഷമാണ് അമ്പലത്തിലെ നമ്പൂതിരിമാർ പുറത്തേക്ക് പോകുന്നത്. കാരണം ദേവന്മാർ വൈകുന്നേരം വന്ന് പൂജ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും ഉണ്ട്. കൊയിലാണ്ടിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട് മുജുകുന്ന് കോട്ട. അതായത് മുജുകുന്ന് കോട്ട ശ്രീ കോവിലകം ക്ഷേത്രത്തിലേക്ക്. ഇവിടുത്തെ പ്രധാന ദേവൻ ശിവഭഗവാനാണ്. ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശനം ആർക്കുമില്ല. ശിവഭഗവാന്റെ ആയതുകൊണ്ട് തന്നെയായിരിക്കും ക്ഷേത്രത്തിന് നാഗകോട്ടയിൽ പ്രത്യേകം വഴിപാടും പ്രതിഷ്ഠയും ഉണ്ട്. ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള മുജുകുന്ന് കോട്ട ഒരു മഹാ അത്ഭുതം തന്നെയാണ്. എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ മുജുകുന്ന് കോട്ടേനെ പറ്റി ഞാൻ പറഞ്ഞു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മഴക്കാലത്ത് ഷൂട്ട് ചെയ്യാൻ വന്നാൽ ഇതാണ് അവസ്ഥ. നനഞ്ഞു കുളിക്കും. കുളത്തിൽ നല്ലോണം ഇരുന്ന് മഴ കൊണ്ടു മൂടൊക്കെ നിറഞ്ഞൊരു വിധമായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും സൈനിങ് ഓഫ്. ബൈ ബൈ.